സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ അതിഥിയായുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാറേ, നമ്മളെ ഈ കഴിഞ്ഞ ദിവസം ഈ തൃണമൂൽ കോൺഗ്രസിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ അടിക്കടി വാർത്താ ചാനലുകളിൽ ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ കാണുന്നുണ്ട് തൃണമൂലിന് അങ്ങനെയാണ്, തൃണമൂലിന് പ്രശ്നമുണ്ട്, അവരുടെ വിഭാഗം പോകുന്നുണ്ട്, മമതയെ കാണുന്നുണ്ട് എന്നൊക്കെ. സാർ, ഇന്നലെ നമ്മളെ എല്ലാവരും ചെറുതായിട്ട്, ഞാനൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്, നമ്മളൊക്കെ ഇത് ഓരോ രാഷ്ട്രീയ സംഭവങ്ങളും കേൾക്കുമ്പോൾ അതിശയത്തോടെ നോക്കും. സാർ, ഇന്നലെ ഞാൻ കേട്ടിട്ടില്ല, സാറ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഏതായാലും ഇതുവരെ അത്രയൊന്നും കേൾക്കാത്ത അപ്രസക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, അതിൻ്റെ പേര് വന്ന് NCPI എന്നാണ് ആ പാർട്ടിയുടെ പേര്, ആ പാർട്ടിയിലേക്ക് ഈ പറയുന്ന രീതിയിൽ മമതയുടെ കൂടെ ഉണ്ടായിരുന്നവർ MP-മാർ പോയി എന്നൊരു വാർത്ത കേൾക്കുന്നു. സാർ, ഈ പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിവ് താങ്കൾക്കുണ്ടോ? എന്താണ് സാർ? രസകരമാണല്ലോ ഇത് കേൾക്കുമ്പോൾ. ശരിക്കും അവർ തന്നെ അതിശയിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിയുടെ ആൾക്കാരായിട്ടുള്ളവർ പറയുന്നു, അവർ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇത് അറിയുമ്പോൾ അവർക്ക് ചെറിയൊരു അതിശയം തോന്നിയെന്ന്. എന്താണ് സാർ ഇതിനെക്കുറിച്ച് പറയുന്നത്? ഇതാണ് അയ്യപ്പദാസെ അമിത്ഷായുടെ ബുദ്ധിയെന്നോ അതിബുദ്ധിയെന്നോ ദീർഘവീക്ഷണമെന്നോ തന്ത്രജ്ഞതയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അയ്യപ്പദാസ് പറഞ്ഞ പോലെ ഞാനും കേട്ടിട്ടില്ല, എനിക്ക് പറഞ്ഞുകൂടായിരുന്നു. ഈ NCP വരെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അത് ശരത് പവാറിന്റെ പാർട്ടിയാണ്, ശരത് പവാറിന്റെ പാർട്ടിയാണ്. അപ്പൊ അത് അവിടെ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു ഐയുടെ ചേർത്തൊരെണ്ണം ഇങ്ങനെ കൽക്കട്ടയിലെ നമ്മുടെ ഹൗറയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഈ അടുത്ത സമയത്താണ്, അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കേൾക്കുന്നത്. അപ്പൊ ഇതെന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ രജിസ്ട്രേഷൻ അറിയാം, മറ്റു കാര്യങ്ങളൊക്കെ അറിയാം. അതല്ലാതെ ഇപ്പൊ ശന്തനുടെ എന്തോ അങ്ങനെ പറഞ്ഞ ഒരാളാണ് ഈ പാർട്ടി സ്ഥാപിച്ചത്, അദ്ദേഹമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, പിന്നെ ഹൗറയിലാണ് രജിസ്ട്രേഷൻ ഉള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ പ്രത്യയശാസ്ത്രങ്ങൾ എന്തെല്ലാമാണ്, മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യതയൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നീട് റിഫോം എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ, ജനങ്ങളുടെ സിറ്റിസൺസ് ആണ്. അതായത് നിയമസഭാ ഇലക്ഷനിൽ ഒരു മത്സരിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. അതെ, 2023. അല്ല, മത്സരിച്ചെന്ന് പറഞ്ഞാലും നമ്മള് അയ്യപ്പദാസൻ നമ്മള് NCP എന്നൊക്കെ ഉള്ളൊരു മട്ടിലാണ് കേൾക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാകും. ഇപ്പൊ സ്വതന്ത്രന്മാരും പാർട്ടികളും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് ഈ നമ്മൾ പറയത്തില്ലേ, ചെറിയ ചെറിയ ഈർക്കിൽ പാർട്ടികൾ മത്സരിക്കുന്നുണ്ട്. ഇവർ മത്സരിച്ചത് എവിടെയാണ്? ഇവരാകെ മത്സരിച്ചത് ത്രിപുരയിലാണ്. അയ്യപ്പദാസ്, ത്രിപുര നിയമസഭാ ഇലക്ഷനിലാണ് ഈ 2023 രജിസ്റ്റർ ചെയ്ത ഈ പാർട്ടി മത്സരിച്ചത്. അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞ സമയത്ത് അവർ 2 മണ്ഡലങ്ങളിലും മറ്റുമാണ് മത്സരിച്ചത്. 2 മണ്ഡലങ്ങളിലും കൂടെ ഏതാണ്ട് 820 വോട്ടാണ് ഈ സ്ഥാനാർത്ഥികൾ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ ഒരു പക്ഷേ ശരാശരി 400 വോട്ടാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പാർട്ടിയെ, അതായത് ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിൽ അങ്ങനെ കിടക്കുന്ന ഒരു സംസ്ഥാനത്ത്, പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്നു, അവിടെ അത് BJP പിടിച്ചെടുത്ത ഒരു സംസ്ഥാനമാണ് എന്നുള്ള പ്രത്യേകതയുള്ള അവിടെ മത്സരിച്ചിരിക്കുന്ന NCPI-യുടെ പാർട്ടിയെയും MLA-മാരെ പിന്നെ MLA-മാരായിട്ട് മത്സരിക്കാൻ ശ്രമിച്ചവരെ ഒന്നും നമ്മൾ അറിയണമെന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചതേയില്ല, ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ ആകെ കൂടെ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ കാരണം ഇനി അറിയാതെ ഈ അച്ചടി പിശക് മൂലം NCP എഴുതി പോയതാണോ, ചിലപ്പോൾ NCP ആണോ ഇത് എന്നൊക്കെ ചില സംശയങ്ങൾ ചിലർ പ്രകടിപ്പിച്ചിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞു അതല്ല, ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരാരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സർക്കിളിൽ നമ്മളത് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നേരത്തെ തന്നെ അമിത്ഷാ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തൊരു വലിയ പ്ലാൻ ആയിരുന്നു. അമിത്ഷായാണ് അതിന്റെ പുറകിലെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് പറയുന്നത്. അതായത് പശ്ചിമ ബംഗാൾ എന്ത് കാരണവശാലും ഇപ്രാവശ്യം പിടിച്ചെടുക്കണം, എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കണം. അതായിരുന്നു BJP-യുടെ ലക്ഷ്യം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ അഖണ്ഡതയെ തന്നെ, ഭാരതത്തിന്റെ അഖണ്ഡതയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളും ഇവരുടെ പാർട്ടിയുടെ ഗുണ്ടാരാജ്യം നടപ്പാകുന്ന ഒരു സംസ്ഥാനമാണ്. ആരെയും അനുസരിക്കാത്ത ഇവരുടെ ഈ പറഞ്ഞ പോലെ പിന്നെ BJP-യുടെ രാഷ്ട്രീയക്കാരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോന്നിയാസ ഭരണമാണ്. നിയമവ്യവസ്ഥകളെ പോലും വെല്ലുവിളിക്കുകയാണ്. ED ഉദ്യോഗസ്ഥന്മാരെ
അവിടെ സ്വതന്ത്ര പരിശോധനയ്ക്ക് പോലും കേരളത്തിലാണ് കല്ല് കട്ടയൊക്കെ വലിച്ചെറിഞ്ഞതേ ഉള്ളൂ. മറ്റേ അങ്ങനെയല്ല, വലിയ ഇരുമ്പ് വടി കൊണ്ട് അവിടെയൊക്കെ തലയ്ക്ക് തല്ലിയിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ആരെയും ഭയമില്ലാത്ത ഒരു ഭരണം, ആ ഭരണം നടത്തിക്കൊണ്ട് മമതയെ തകർക്കണം, മമതയെ അവിടെ തകർക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതിന് പല മാർഗങ്ങൾ നോക്കണം. ആ സ്ട്രാറ്റജി, നമ്മുടെ തന്ത്രം എന്താണ് ചെയ്തെന്നുള്ളത് പല മാർഗങ്ങളുണ്ട്. ആദ്യ വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചു, പ്രധാനമന്ത്രി അടക്കമുള്ളവരെല്ലാം പ്രസംഗിച്ചു, വലിയ വാഗ്ദാനങ്ങൾ നൽകി. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ചെയ്തതിന്റെ കൂട്ടത്തിൽ വെച്ച ഒരു കാര്യമാണ്. അപ്പൊ അവർ ആലോചിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടി മാറ്റം, കൂറുമാറ്റം, അല്ലെങ്കിൽ MLA-മാർക്ക് അങ്ങനെ MP-മാർക്കോ മാറാനുള്ള സാധ്യത വരികയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു പാർട്ടിയെ തയ്യാറാക്കി നിർത്തുക. നമ്മള് പറഞ്ഞില്ലേ, ബസ് തയ്യാറാക്കി നിർത്തുക, അല്ലെ ഓടാൻ പോകാനായിട്ട് മറ്റേ ട്രാക്ക് സൂട്ട് അണിഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ തയ്യാറാക്കി നിർത്തുക എന്നുള്ളൊരു ഏർപ്പാടാണ് അമിത്ഷാ. അത് പറഞ്ഞില്ലേ, നിയമജ്ഞന്മാരുമായിട്ട് ആലോചിച്ച ശേഷം ചെയ്തതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അല്ലെങ്കിൽ അത് വരികയില്ല. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മമതയുടെ കൂടെ ഉണ്ടായിരുന്ന 28 MP-മാരില് 20 പേര് കാലുമാറി. 28 MP-മാരാണ് അവർക്കുണ്ടായിരുന്നത്, ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. 20 പേരും കാലുമാറി. തൃണമൂലിന്റെ ചിഹ്നത്തെ ജയിച്ചവരുമാണ്. പക്ഷേ കാലുമാറി എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? കൂറുമാറ്റം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ നിയമം ആപ്ലിക്കബിൾ ആകുന്നില്ല. കാരണം 50% കൂടുതൽ ആളുകൾ മാറിയത് കൊണ്ട് കൂറുമാറ്റമില്ല. അവർക്ക് വേണമെങ്കിൽ നേരിട്ട് BJP-യിൽ ജയിക്കാം. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. BJP-യുടെ MP-മാരായിട്ട് അവർക്ക് മാറാം. പക്ഷേ മമതയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞതുപോലെയാണ്. അവർ ഈ കീടത്തിലെ കൃമി എന്നൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിൽ വിശേഷിപ്പിക്കുന്നത് പോലെ കേസിനും വഴക്കിനും ഒന്നും ഇവർ അടങ്ങിയിരിക്കത്തില്ല. ഇവരിറങ്ങിയിട്ട് ഇപ്പൊ തന്നെ തുടങ്ങി കഴിഞ്ഞു. ഹൈക്കോടതിയിൽ ആദ്യത്തെ അർജിയൊക്കെ വന്നു കഴിഞ്ഞു. അതായത് MLA-മാര് കൂറുമാറി. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 80 MLA-മാരില് 60-ലേറെ പേരും കൂറുമാറി പരസ്യമായിട്ട്. പക്ഷെ ഇവരുടെ കൂടെ ഇപ്പൊ 20 പേരില്ല. ഇപ്പല്ലേ അവസാന കണക്ക് വരുന്നത് 5-6 MLA-മാരെ ഇവരുടെ കൂടെ ഉള്ളൂ എന്നുള്ളതാണ്. ബാക്കി അത് കൂറുമാറി. അപ്പൊ അതിനെതിരെ ആദ്യത്തെ കേസ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി MP-മാര് കൂറുമാറുകയാണെന്നുണ്ടെങ്കിൽ അതിനും സാധ്യതയുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്തു? അതുകൊണ്ട് ഒരു മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ പറയുന്ന NCP-I-ലേക്ക് ഈ കക്ഷി ലയിച്ചത്. ഈ പാർട്ടികളെ MLA-മാര് ലയിച്ച ശേഷം അവർ ലോക്സഭാ ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. ഈ NCP-I എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള ആള് അദ്ദേഹം തന്നെ പറയുന്നു ഇപ്പോൾ അത് ആരാണ് നോക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന്. സാർ ഇപ്പോൾ പറഞ്ഞതിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഫൗറയിലാണ് ഇത് ആരംഭിച്ചത്. ഒരു അഭിഭാഷകനാണ് ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണെന്ന് പോലും അറിയില്ല. അതാണ് നമ്മുടെ ആദ്യം തന്നെ അഭിപ്രായം പറഞ്ഞത്. ഇത് ശാന്തനു ഡേ എന്ന് പറഞ്ഞാണ് പേര് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പേരുകാരൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അമിത്ഷായുടെ അതിബുദ്ധി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അമിത്ഷായുടെ അതിബുദ്ധി തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ പേരുള്ള ഒരാളുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പേരുള്ള ഒരാൾ ഉണ്ടായിരിക്കാം. അത്രേ ഉള്ളത്. അത് പ്രത്യേക പർപ്പസിനാണ്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി സ്ഥാപിച്ച സാധനമാണിത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ശാന്തനോടെ പറയുന്നത് ഇതിന്റെ ആരാ എന്താ വാക്കൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയുന്നത്. കാരണം കൂറുമാറ്റം ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടി ലയിച്ച സ്ഥിതിക്ക് ഇനി മമതയുടെ ആൾക്കാർ വല്ലതും ഉപദ്രവിക്കുവോ, അങ്ങനെ വല്ലതും ശല്യം ചെയ്യുമോ? കാരണം കൽക്കട്ട ജീവിക്കേണ്ടതായതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. എന്തായാലും പാർട്ടി ഇപ്പൊ ലയിച്ചു. അതിലെ 20 MP-മാര് ഈ NCP-യിൽ സാർ നമുക്ക് ഇത് തമാശ രൂപേണ വേണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഈർക്കിൽ പാർട്ടികൾക്കും ഇതൊക്കെ കണ്ടുവെക്കാവുന്നതാണ്. കാര്യം വലിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയൊക്കെ ചാടിയ ഈർക്കിൽ പാർട്ടികൾക്കൊക്കെ ഒരു ഭയങ്കര അഡ്രസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാർ, അല്ലേ? കേരള കോൺഗ്രസോ ഘടകം വരെ ഉണ്ടാക്കാം. NCP-I സമാനമായിട്ട് നിൽക്കുകയാണ്. കേരളത്തിലുണ്ട് NCP അല്ലെ, 2 NCP-മാർ അതിന് വേണമെങ്കിൽ ഒരു IO SO മറ്റേ കൂടെ ഒന്ന് ചേർത്താൽ മതി. അതെ, നമുക്കിവിടെ ഒരുപാട് തീർച്ചയായിട്ടും പറ്റുമല്ലോ. RSP തന്നെ 7 കീറാണല്ലോ. അപ്പൊ സാധ്യതയുണ്ട്. അതെ, ഏതായാലും സാർ രസകരമായ ഒരുപാട്. അതെ സാറ് മാതൃഭൂമിയിലെ ആ ഒരു മാതൃഭൂമി ദിനപത്രത്തിലെ ദീർഘകാലം മാധ്യമപ്രവർത്തനായിരുന്ന വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ സാറിന് തന്നെ ഇത്തരത്തിൽ നിരവധി അനുഭവങ്ങൾ തന്നെ പല ഈ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഇല്ലേ? ചില ആൾക്കാർ ചില പേരുകൾ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളും വല്ലതും ഉണ്ടോ? ഈ അന്വേഷിച്ച് വരുമ്പോൾ അതിനൊരു അവകാശമുണ്ട്, ഇവർ പേരിടുകയും ചെയ്തു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും.
ഹരിപ്രസാദേ, അത് അങ്ങനെ ഒരു ക്ലെയിം വന്നു. അങ്ങനെ ഒരു ക്ലെയിം വന്നു എന്ന് പറഞ്ഞാൽ മാതൃഭൂമി പത്രം വർഷങ്ങളായല്ലോ ആരംഭിച്ചിട്ട്, എത്രയോ ഇത് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ മാതൃഭൂമി ഏതെങ്കിലും കാലത്ത് ഒരു കുട്ടികളുടെ പ്രസിദ്ധീകരണം ഇറക്കും എന്ന് ഏതോ കോട്ടയത്തുള്ള ഒരു ബുദ്ധിമാന് തോന്നി. ഒരു പക്ഷെ ചിന്തിച്ചാൽ അയാൾ അത്യാവശ്യം എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന നോവലിസ്റ്റും ഒക്കെയാണ്. മറ്റേ മാന്ത്രിക നോവലൊക്കെ എഴുതുന്ന ഒരാളാണ്, കോട്ടയത്തുള്ള ഒരാളാണ്. പേര് ഞാൻ പറയുന്നില്ല, ഒരു അനുഭൂതി ഉള്ളതുകൊണ്ട്. അങ്ങനെ തോന്നി അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ ഈ പത്രങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളെയൊക്കെ സംബന്ധിച്ചത് അതിന്റെ പേര് ആദ്യം തന്നെ കളക്ടർക്ക് അപേക്ഷ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ അയ്യപ്പദാസനോ എനിക്കോ ഏതെങ്കിലും ഒക്കെ പേരിൽ ഒരു പത്രത്തിനോ മാസികയ്ക്കോ വേണ്ടി രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രാറുടെ നിന്ന് ഒരു കത്ത് മേടിച്ച് കൈവച്ചാൽ മതി. അപ്പൊ നമ്മുടെ ഈ കോട്ടയത്തുള്ള വിദ്വാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഭൂമി ചേർത്തിട്ട് ഒരു കുട്ടികളുടെ മാസികയുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ ഭൂമി വരുമ്പോ അദ്ദേഹത്തിന് അറിയാമായിരുന്നു മാതൃഭൂമിക്ക് വീക്കിലി പത്രം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഏതെങ്കിലും കാലത്ത് ഒരു കുട്ടികളുടെ പ്രസിദ്ധീകരണം വരുമെന്ന് അറിയാമായിരുന്നു. അവസാനം നമ്മള് കുട്ടികളുടെ പ്രസിദ്ധീകരണം ആരംഭിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് പേര് സാധാരണഗതിയിൽ എന്ന് വെച്ചാൽ മാതൃഭൂമിയുമായിട്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റൊരാൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ പേര് ഇതുപോലാണെന്ന്. അതാണ് ഞാൻ അമിത്ഷായുടെ ഒരു കോയിൻസിഡൻസ് അതിനകത്ത് കൊണ്ടുവരുന്നത്. അവസാനം എന്ത് പറ്റി, ഇയാളുടെ രജിസ്ട്രേഷൻ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ അദ്ദേഹത്തിന് ജോലി കൊടുക്കേണ്ടി വന്നു. അദ്ദേഹം അതാണ് ആവശ്യപ്പെട്ടത്, എനിക്ക് മാതൃഭൂമിയിൽ ഒരു ജോലി തന്നാൽ മതി, ഞാൻ രജിസ്ട്രേഷൻ വിട്ടെന്ന് പറഞ്ഞത്. അപ്പൊ അതേപോലത്തെ തന്ത്രങ്ങളൊക്കെയാണ് അതെ രാഷ്ട്രീയത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരം ബമ്പറാണ്. നമ്മള് ലോട്ടറി അടിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ലോട്ടറി അടിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് പറഞ്ഞില്ലേ, ഇപ്പൊ എന്താ പറയുന്നത്, പിന്നെ ഓണം ബമ്പർ കഴിഞ്ഞു. ഓണം ബമ്പർ കഴിഞ്ഞു. ഇനിയിപ്പോ വരുന്ന ക്രിസ്മസ് ബമ്പർ ആയിരിക്കും അല്ലേ? ഇവരെ സംബന്ധിച്ചിടത്തോളം കേരള ലോട്ടറി വേണ്ടി നോക്കുമ്പോൾ ക്രിസ്മസ് ബമ്പറാണ്. എത്ര കോടി വരുമെന്ന് അറിയത്തില്ല. ഇപ്പൊ 20 കോടി. അതാണ് ഇതിനകത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ TDPക്കും മറ്റേ ഇവരുടെ ഇവരുടെ അല്ലെ പിന്നെ TDPക്ക് 16 പേര്, JDUവിന് 12 പേര്, അത്രയേ ഉള്ളല്ലേ. അവരാണ് താങ്ങുന്നത്. ഇപ്പം നരേന്ദ്രമോദി സർക്കാരിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഈ രണ്ട് ഘടകകക്ഷികളാണ്. ഇവരുടെ ഡിമാൻഡിന്റെ പുറത്താണ് സർക്കാർ നിൽക്കുന്നത്, പിന്നെ സപ്പോർട്ടിന്റെ പുറത്താണ് സർക്കാർ നിൽക്കുന്നത്. ഇനിയിപ്പോ 20 പേരാണ് ഒന്നിച്ചു വരുന്നത് എന്ന് പറഞ്ഞാൽ BJP കഴിഞ്ഞാൽ NDA മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായിട്ട് ഈ NCPI മാറുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ 2 ബജറ്റുകൾ നോക്കുക. നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റില് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയ സംസ്ഥാനങ്ങൾ ഏതെല്ലാം വരുന്നത്? ഈ ദിവസം നമുക്കറിയാവുന്ന പോലെ ആന്ധ്രാപ്രദേശിന് വാരിക്കോരി കൊടുത്തു അല്ലേ? അമരാവതി തലസ്ഥാനമാക്കുന്നതിന് ചന്ദ്രബാബു നായിഡുവിന് വാരിക്കോരി കൊടുത്തു. അതുപോലെ ബീഹാറിന് കൊടുത്തില്ലേ? ഇന്ത്യയിലെ അവികസിത സംസ്ഥാനമാണ് എന്നൊക്കെയാണ് ക്ലെയിം. ശരിയാണ്, വികസനം കുറവുള്ള സംസ്ഥാനം. എത്ര കോടിയാണ് ബജറ്റിൽ അലോക്കേഷൻ വന്നത്? അതിന്റെ പേരിൽ BJPക്ക് ഒരുപാട് പരിദോഷം കേൾക്കേണ്ടി വന്നു. ഇനി അടുത്ത ബജറ്റിലെ ബംഗാള് സ്വർഗമാകും അല്ലെ? ഏറ്റവും വലിയ ഘടകകക്ഷിയായിട്ട് അവർ വരികയാണെന്നുണ്ടെങ്കിൽ ബംഗാള് സ്വർഗഭൂമിയായിട്ട് മാറാൻ പോവുകയാണ് ഈ സർക്കാരിന്റെ ബജറ്റില്. ഏതായാലും സാർ നമുക്ക് ഈ രസകരമായ സാറ് പറഞ്ഞ ഈ സംഗതി സാറിന്റെ നാവ് പൊന്നാകട്ടെ. അതായത് ഈ പറയുന്ന രീതിയിൽ ബംഗാളിന് ഒരു വളരെ വലിയ പ്രഖ്യാപനങ്ങൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന NDA മുന്നണി കൊടുക്കട്ടെ. നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉപകാരസ്മരണ ഉണ്ടാകാൻ പോകുന്നത് എന്നറിയാൻ. നന്ദി. താങ്ക് യു സാർ.